ഒറ്റക്കണ്ണൻ ദജ്ജാൽ. ഈ ദജ്ജാലിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്ത്യ വിശ്വാസം അടിസ്ഥാനമാക്കിയുള്ള അന്തിക്രിസ്തുവിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിന് സമാന്തരമായി ഇസ്ലാമിക വിശ്വാസപ്രകാരമുള്ളതാണ് ദജ്ജാൽ. നമുക്ക് ദജ്ജാലിന്റെ ചുരുളഴിക്കാം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ലോകാവസാനത്തിന് തൊട്ടു മുൻപായി മനുഷ്യരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഭൂമിയിൽ അവതരിക്കുന്ന ദുഷ്ടശക്തിയാണ് ദജ്ജാൽ. വ്യാജ മിശിഹ അഥവാ കപട നായകൻ എന്നാണ് ദജ്ജാലിന്റെ അർത്ഥം. മുഹമ്മദ് നബിയുടെ ഹദീസുകൾ എന്നാൽ വചനങ്ങൾ എന്നാണ്. അതിൽ ദജ്ജാലിന്റെ രൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഒറ്റക്കണ്ണനായിരിക്കും. അവന്റെ നെറ്റിയിൽ കാഫിർ എന്ന വാക്ക് അറബിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. കാഫിർ എന്നാൽ ദൈവനിഷേധകൻ. അപ്പോൾ ഇങ്ങനെയുള്ള ദജ്ജാൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്, അവന് അത്ഭുതങ്ങൾ കാണിക്കുവാനുള്ള ചില അസാധാരണ കഴിവുകൾ അല്ലാഹു നൽകും എന്നാണ് പറയപ്പെടുന്നത്. താൻ ദൈവമാണെന്ന് അവൻ വാദിക്കും. അവനെ വിശ്വസിക്കുന്നവർക്ക് അവൻ സമൃദ്ധി നൽകും. അതുപോലെ തന്നെ അവനെ വിശ്വസിക്കാത്തവർക്ക് കടുത്ത ദാരിദ്ര്യവും. പിന്നെ മഴ പെയ്യ്ക്കുവാനും മരിച്ചവരെ ജീവിച്ചതുപോലെ കാണിക്കുവാനും അവന് സാധിക്കും. തുടങ്ങിയതുപോലെയുള്ള വഞ്ചനകളിലൂടെ ആളുകളെ അവനിലേക്ക് അടുപ്പിക്കും. അതായത് വലിയ രീതിയിലുള്ള വിപത്തുകൾക്കായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുന്നത് അഥവാ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദജ്ജാൽ ഭൂമിയിൽ അവതരിക്കുന്ന സ്ഥലം പറയുന്നുണ്ട്. അത് സിറിയയ്ക്കും ഇറാഖിനും ഇടയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക എന്നാണ്. അന്തിക്രിസ്തുവും ദജ്ജാലും തമ്മിൽ സാമ്യതകൾ ഉണ്ടെങ്കിലും ദജ്ജാലിന്റെ പ്രവർത്തനങ്ങൾ അന്തിക്രിസ്തുവിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു 40 ദിവസം നീളുന്ന പ്രവൃത്തികളുടെ കണക്ക് പറയപ്പെടുന്നു. അതായത് ദജ്ജാലിന്റെ ദുഷ്പ്രവർത്തികൾ ഒരു 40 ദിവസമായിരിക്കാം. കാറ്റിനൊപ്പം നീങ്ങുന്ന മേഘത്തെ പോലെയായിരിക്കും അവന്റെ സഞ്ചാരം. ഇങ്ങനെയുള്ള ദജ്ജാലിന് മക്കയിലും മദീനയിലും പ്രവേശിക്കുവാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ദജ്ജാലിന് ചെയ്യുവാൻ കഴിയുന്നത് അല്ലാഹു നൽകുന്ന വരങ്ങളാണെന്നാണ് പറയുന്നത്. ഇനി ഈ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ഭൂമിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ദജ്ജാൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള 3 വർഷങ്ങളിൽ കടുത്ത വരൾച്ചയായിരിക്കും ഭൂമിയിൽ ഉണ്ടാകുവാൻ പോകുന്നത്. ആദ്യ വർഷം മഴയുടെ 1/3 മാത്രമായിരിക്കും ലഭിക്കുന്നത്. 2ാം വർഷം 1/2 എന്ന കണക്കും. 3ാം വർഷമാകുമ്പോൾ മഴയും വിളകളും പൂർണ്ണമായും നിലയ്ക്കും. പിന്നെ തിബേരിയാസ് കടൽ, ബൈസാൻ തോട് എന്നിവ വറ്റി വരളുന്നത് ദജ്ജാലിന്റെ വരവിനെ സൂചിപ്പിക്കുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, 30ഓളം വ്യാജ പ്രവാചകന്മാർ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും അവർ ജനങ്ങളെ വഴിതെറ്റുകയും ചെയ്യും എന്നാണ്. ജനങ്ങളിൽ വിശ്വാസപരമായുള്ള അറിവുകൾ കുറയും. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകും. ദജ്ജാലിന്റെ ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുവാനായി ഈസാ നബി അതായത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങും. ലൂദ് അതായത് ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ എന്ന എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അവിടെ വെച്ച് ദജ്ജാലിനെ വധിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറയുന്നു. അന്തിക്രിസ്തുവിനെ കുറിച്ചും ദജ്ജാലിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിലാണെങ്കിൽ പോലും ഇവ തമ്മിലുള്ള സാമ്യതകൾ ഏറെയാണ്. മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടവുമായി നല്ല രീതിയിൽ ബന്ധവും തോന്നിപ്പിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും ഇതിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് എങ്കിലോ, അതായത് മാനസികമായിട്ടുള്ള കൈകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അതേപറ്റി ഇനി വരുന്ന വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഇനി ഇവയുമായി സാമ്യം തോന്നിപ്പിക്കുന്ന മറ്റൊരു അവതാരമാണ് കൽക്കി അവതാരം. നമുക്ക് കൽക്കി അവതാരത്തെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.